ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റ്സിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സും എക്സലും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം അല്ലേ. അതായത് നമുക്കറിയാം എക്സൽ എന്ന് പറയുന്നത് പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്, പക്ഷേ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ് അല്ലേ. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറയാം. അതായത് ഈ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് വേണ്ടുന്നത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രമാണ്. ഓക്കെ, അതായത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ സപ്പോസ് ഒരാൾ ഒരു അർജൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് അയാളുടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ വേറൊരു മീറ്റിങ്ങിന് പുറത്ത് പോയപ്പോൾ അത് എടുക്കാൻ മറന്നു എങ്കിൽ അയാൾ എങ്ങനെ ആക്സസ് ചെയ്യും അല്ലേ. പക്ഷേ അതേസമയം നമ്മൾ ഗൂഗിൾ ഷീറ്റിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളതെങ്കിൽ എവിടെ നിന്നും അയാൾക്ക് അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ആണ്. അതിപ്പോൾ ഇല്ലാത്തവരില്ല അല്ലേ, അത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഇനി അടുത്ത ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഗൂഗിൾ ഷീറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതപ്പം തന്നെ സേവ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. അത് മാത്രമല്ല, നമുക്കിത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഷെയർ ചെയ്തിട്ട് സെയിം ടൈം വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു വലിയ ഡാറ്റയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പല ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ വർക്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വരുത്തുന്ന ചേഞ്ചസ് അവർ വരുത്തുന്ന ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കൊണ്ടേയിരിക്കും. എന്നോട് പലരും ചോദിക്കാറുണ്ട് എക്സൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഈ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ ക്രോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആപ്സിൻ്റെ ഈ ഐക്കൺ കാണാം അല്ലേ. ഈ ഗൂഗിൾ ആപ്സിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ആപ്സാണ് ഇവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഷീറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാം. അതല്ല നിങ്ങൾ ബ്ലാങ്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർ ടു എക്സൽ തന്നെയാണ് അല്ലേ. ഇനിയിപ്പോൾ വേറൊരു രീതിയിലും കൂടി നമുക്കിതെടുക്കാം. ഞാൻ കാണിച്ചു തരാം. ന്യൂ ടാബ് എടുക്കുകയാണ്. ഈ ഒരു ആപ്സിൻ്റെ ഐക്കണിൽ തന്നെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രൈവ് എടുക്കുക. ഓക്കെ, അതായത് നിങ്ങൾ google.com/drive എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഇങ്ങനെ തന്നെയാണ് വരിക. എൻ്റെ ഈ ഡ്രൈവിൽ ഈ പ്ലസ് ഐക്കൺ കാണുന്നുണ്ടല്ലോ, പ്ലസ് ന്യൂ എന്ന് പറയുന്നിടത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുണ്ട് ഗൂഗിൾ ഷീറ്റ്സ് എന്നുള്ള ഓപ്ഷൻ. രണ്ട് ഓപ്ഷനാണ് ഇവിടെയുള്ള. ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്, ഫ്രം എ ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെംപ്ലേറ്റ്സ് ഒരുപാടുണ്ട്. ഇനി ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള അതേ സംഭവം തന്നെയാണ് ഇവിടെയും ഓപ്പൺ ആവുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഇത് എടുക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മുടെ എക്സൽ ഉള്ളത് പോലെ തന്നെ ABC എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് കോളംസ്. ഓക്കെ, ഇതിപ്പോൾ B കോളം. ഇനി അതേപോലെ 1 2 3 4 എന്ന് പറയുന്നതാണ് നമ്മുടെ റോ എന്ന് പറയുന്നത്. ഇത് 5th റോയിലാണ് നമ്മളുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അൺഡു റീഡു ബട്ടൺ ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ ആ സ്പ്രെഡ്ഷീറ്റിന് നമ്മുടെ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിന് പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് നമ്മുടെ എക്സലിലെ വർക്ക് ബുക്കിന് നമ്മൾ പേര് കൊടുക്കുന്നില്ലേ, അതുപോലെ നമ്മുടെ വർക്ക് ബുക്കിന് പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട അവിടെ നമ്മുടെ പേര് അവിടെ വന്നിട്ടുണ്ടാവും. സേവിങ് എന്ന് പറഞ്ഞാൽ സേവ് ടു ഡ്രൈവ്. കണ്ട, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഡ്രൈവിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഷീറ്റ് 1, ഇവിടെ ഷീറ്റ് 1ലാണ് നമ്മളുള്ളത്. അതായത് നമ്മൾ എക്സലിലുള്ള പോലെ തന്നെ ഷീറ്റ് 1 ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലാണ് പ്ലസ് ഐക്കൺ ഉള്ളത്. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഷീറ്റ് കൂടി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഷീറ്റ് 1 ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട്. ഈ ഷീറ്റ് 1നെ നമുക്ക് റീനെയിം ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ ക്ലിക്കാണ് കേട്ടോ. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ റീനെയിം ചെയ്യേണ്ടത് അതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഡോക് 1 എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് റീനെയിം ചെയ്യുന്നത്. ഇനി ഇവിടെയുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഷീറ്റ്സിൻ്റെ ഓപ്ഷൻസ് ആണിത്. ഡിലീറ്റ് ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കോപ്പി ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലുള്ള ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും ന്യൂ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യുക. അതായത് ഇതിന് ഒരു കോപ്പി ഇവിടെ ഉണ്ടാവും, ഒന്ന് അവിടെ ഉണ്ടാവും. ഓക്കെ, ദെൻ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ
ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് റീനെയിം ചെയ്യാവുന്നതാണ്. ചേഞ്ച് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊട്ടക്ട് ചെയ്യാൻ, ഹൈഡ് ചെയ്യാൻ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഈ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിനെ സേവ് ചെയ്യണമെന്നിരിക്കട്ടെ, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഡോക്യുമെന്റിന് നേരെയുള്ള ഈ ഫോൾഡർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ കുറേ ഫോൾഡേഴ്സ് കാണാം. ഇതൊക്കെ നമ്മളെ ഡ്രൈവിൽ ഓൾറെഡി ഉള്ള ഫോൾഡേഴ്സ് ആണ്. ഇപ്പോൾ ഇതല്ല, പുതിയൊരു ഫോൾഡറിലാണ്, നമ്മൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, പുതിയൊരു ഫോൾഡറിലേക്കാണ് വേണ്ടതെങ്കിൽ കണ്ടോ ഈ പ്ലസ് ഐക്കൺ, ഈ ഫോൾഡറിൽ ഒരു പ്ലസ് ഐക്കൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അൺടൈറ്റിൽഡ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫോൾഡറിന് ഒരു നെയിം കൊടുക്കുക. ഓക്കെ, ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ മൂവ് ഹിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് എന്ന ഫോൾഡറിലേക്ക് മൂവ് ചെയ്തു. കണ്ടോ, ഡോക്യുമെന്റ് ഹാസ് ബീൻ മൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇനിയിപ്പോൾ ഒട്ടുമിക്കവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച എക്സൽ ഫയലിനെ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച എക്സൽ ഫയലിനെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുമെന്ന്, അതായത് ഗൂഗിൾ ഷീറ്റിലേക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. പറ്റുന്നതായിരിക്കും, ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ഫയലിൽ പോവുക. ദെൻ ഇമ്പോർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതായത് മൈ ഡ്രൈവ്, ഷെയർഡ് വിത്ത് മീ, റീസെൻറ്റ്, അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഗൂഗിൾ ഡ്രൈവിൽ ഉള്ള ഡോക്യുമെൻറ്റ്സ് ആണ്, അതായത് എക്സൽ ഷീറ്റൊക്കെയാണ് വരുന്നത്. അതല്ല നമുക്ക് വേണ്ടത് സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാണെങ്കിൽ അപ്ലോഡ് എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് പോവുക. ഡ്രാഗ് എ ഫയൽ ഹിയർ, ഡ്രാഗ് ചെയ്തിട്ട് എടുക്കാം. സെലക്ട് എ ഫയൽ ഫ്രം യുവർ ഡിവൈസ് എന്ന് പറയുന്നത്, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എവിടെ നിന്നാണോ നമ്മുടെ എക്സൽ ഫയൽ നമുക്ക് വേണ്ടത് അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു എക്സൽ ഫയലിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏത് ലൊക്കേഷനിലാണോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട എക്സൽ ഫയൽ ഉള്ളത് ആ ലൊക്കേഷൻ എടുക്കുക, അവിടുന്ന് നമ്മുടെ എക്സൽ ഫയൽ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു വിൻഡോയിലാണ് എത്തുക. ഇമ്പോർട്ട് ഫയൽ എന്ന് പറയുന്നത് ഏത് ഫയലാണെന്നുണ്ട്, ഇമ്പോർട്ട് ലൊക്കേഷൻ ആണ് പറയുന്നത്, അതായത് ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ള സ്പ്രെഡ്ഷീറ്റിലേക്കാണോ നമുക്കിത് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ന്യൂ സ്പ്രെഡ്ഷീറ്റിലേക്കാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റീപ്ലേസ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ റീപ്ലേസ് സ്പ്രെഡ്ഷീറ്റ് ആണ് കൊടുക്കുന്നത്. ഓൾ ഡാറ്റ കറൻ്റ്ലി ഇൻ ദിസ് സ്പ്രെഡ്ഷീറ്റ് വിൽ ബി റീപ്ലേസ്ഡ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഏത് വർക്ക്ഷീറ്റിലാണോ ഏത് സ്പ്രെഡ്ഷീറ്റിലാണോ ഉള്ളത് ആ സ്പ്രെഡ്ഷീറ്റിലെ ഡാറ്റയൊക്കെ റീപ്ലേസ് ആകും, എന്നിട്ട് ഇത് അവിടെ വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി എടുത്തു വെച്ചിട്ടുള്ള സ്പ്രെഡ്ഷീറ്റിൽ ഒരു ഡാറ്റയും ഇല്ല, സോ എനിക്ക് റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇമ്പോർട്ട് ഡാറ്റ കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റും ഇമ്പോർട്ട് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എക്സൽ ഷീറ്റിനെ ഗൂഗിൾ ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഗൂഗിൾ ഷീറ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. ഫയലിൽ പോവുക, ഫയൽ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഷെയർ വിത്ത് അതേഴ്സ് എന്നും പബ്ലിഷ് ടു വെബ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ആൾക്കാരുമായിട്ട് മാത്രം ഷെയർ ചെയ്താൽ മതിയെങ്കിൽ ഷെയർ വിത്ത് അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെ മെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത് മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണോ അതോ എനിവൺ വിത്ത് ദ ലിങ്ക് ആണോ എന്നുള്ളതും കൊടുക്കാം. അതായത് ഈ ലിങ്ക് ഉള്ളവർക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണെങ്കിൽ അതും കൊടുക്കാം. ഡൺ അടിച്ചാൽ മതി. അതായത് ഇനിയിപ്പോൾ ഈ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്താൽ മതിയെങ്കിൽ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിങ്ക് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം, അതായത് വാട്സപ്പ് ചാറ്റിൽ പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ സെൻഡ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മുടെ ക്ലാസ്. നമ്മൾ ഗൂഗിൾ ഷീറ്റ്സിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫോർമുലാസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.